എങ്ങനെയാട്ടെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും ഈ ഒരു ചിരി എങ്ങനെയാണ്? കാരണം ഞാൻ എപ്പം കാണുമ്പോഴും സുരേഷ് ഏട്ടാ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. ഇതെങ്ങനെയാട്ടെ ഈ ചിരി നമ്മൾ എന്താ പറയുക, നമ്മൾ ഇപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നാളെ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റൊന്ന് എന്ത് ചെയ്യില്ല, അനിയത്തിക്ക് സുഖമില്ല, ഇങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ തിയേറ്റർ സിനിമ കാണാൻ പോകാറില്ല. ഞാൻ സിനിമ കാണാൻ പോയിട്ട് ഏകദേശം ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തിയേറ്റർ സിനിമ കാണാൻ പോകുന്നത്. 8 10 ആ ഒരു കാലഘട്ടം അല്ല. ഞാൻ ചിത്രം സിനിമ, ലാൽ സാറിൻ്റെ ചിത്രം സിനിമ ഇറങ്ങിയ സമയത്ത് ഞാനൊരു 10-25 പ്രാവശ്യം തിയേറ്ററിൽ ഇരുന്ന് കണ്ടു. ഒരു 3 ഷോ ഒരുമിച്ചിരുന്ന് കണ്ടു. ടിക്കറ്റ് എടുക്കുക, ഇറങ്ങി കാണും, അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തിയേറ്ററിൽ പോയിട്ടേ ഇല്ല. കാരണം വെച്ചാൽ ഞാൻ ഈ 3 മണിക്കൂർ ഞാൻ ഒരിടത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ സിനിമ കാണാതിരിക്കുക, അല്ലെങ്കിൽ 2.5 മണിക്കൂർ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു 30,000 കാര്യങ്ങൾ ചിന്തിക്കാം. അതിൽ 10 കാര്യങ്ങൾ നടപ്പിലാക്കാം, ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ഈ കാര്യങ്ങളൊക്കെ നടക്കാതെ പോകും. അതുകൊണ്ട് ഞാൻ അതങ്ങ് ഒഴിവാക്കും. അപ്പോൾ ആ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് എൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ ചിന്തിച്ച് മുന്നോട്ട് പോകും.